നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 ലഭ്യമായ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ അന്തരീക്ഷ സ്ഥിതിയും അടുത്ത 7 ദിവസത്തേക്കുള്ള കേരളത്തിലെയും ലക്ഷദ്വീപിലെയും കാലാവസ്ഥാ പ്രവചനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. പ്രധാന മഴയുടെ അളവുകൾ: വയനാട് ജില്ലയിലെ കുപ്പാടി 5 സെന്റിമീറ്റർ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ 3 സെന്റിമീറ്റർ, മാനന്തവാടി 2 സെന്റിമീറ്റർ, കാഞ്ഞിരപ്പള്ളി, പൂക്കോട്, വൈത്തിരി, അമ്പലവയൽ, നേര്യമംഗലം എന്നിവിടങ്ങളിൽ 1 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 37.8 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോടും കുറഞ്ഞ താപനിലയായ 25.1 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂർ വിമാനത്താവളത്തിലും രേഖപ്പെടുത്തി. ഉയർന്ന താപനില കോഴിക്കോട് ജില്ലയിൽ ദീർഘകാല ശരാശരി താപനിലയേക്കാൾ ശ്രദ്ധേയമായ കൂടുതൽ രേഖപ്പെടുത്തി. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ കൂടിയ താപനില സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കുറഞ്ഞ താപനില തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ മാർച്ച് 1 മുതൽ ഇന്ന് വരെയുള്ള മഴയളവിൽ കോട്ടയം ജില്ലയിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട് ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവും മറ്റ് ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കുറവും മഴയാണ് രേഖപ്പെടുത്തിയത്. ഇന്നത്തെ അന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ തെക്കൻ തമിഴ്നാട് വരെ തെലങ്കാനയ്ക്കും ആന്ധ്രാതീരത്തിനും റായലസീമയ്ക്കും കുറുകെ ഒരു ന്യൂനമർദ്ദ പാത്തി സമുദ്രനിരപ്പിൽ നിന്നും 0.9 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഗൾഫ് ഓഫ് മന്നാറിനും സമീപ പ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്നും 0.9 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത സംക്രമണവും നിലനിൽക്കുന്നു. ഈ അന്തരീക്ഷ സ്ഥിതിയുടെ സ്വാധീനത്താൽ 21, 22 തീയതികളിൽ കേരളത്തിൽ ചില സ്ഥലങ്ങളിലും 23 മുതൽ 27 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയുണ്ടാകും. ലക്ഷദ്വീപിൽ അടുത്ത 7 ദിവസവും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലിന് സാധ്യതയുണ്ട്. ഉയർന്ന താപനില മുന്നറിയിപ്പ്: അടുത്ത 5 ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഉയർന്ന താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും അസ്വസ്ഥവുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്: കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസവും മത്സ്യബന്ധനത്തിന് കാറ്റിന്റെ മുന്നറിയിപ്പില്ല.